അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുട്ടികളെ, തജ്വീദില് നമ്മ പറഞ്ഞ പോലത്തെ ചോദ്യങ്ങളൊക്കെ വന്നോ? വന്നാ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്ന് നാളത്തെ പരീക്ഷയായ ഫിഖഹ് 17 പാഠങ്ങളിൽ 7 പാഠം, അവസാനത്തെ 7 പാഠം 17 മുതൽ 10 വരെയുള്ള പാഠമാണ് നമ്മൾ പെട്ടെന്ന് റിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറയുന്നത് സലാത്തു തറാവീഹ്. ഈ പാഠം തറാവീഹിലെ കുറിച്ചാണ്. ആദ്യത്തെ ചോദ്യം, തറാവീഹ് എന്ന് പറയുന്നു ഏത് നിസ്കാരത്തിന്? റമദാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന 20 റക്അത്ത് നിസ്കാരത്തിനാണ് തറാവീഹ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം കേട്ടോ. റമദാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന 20 റക്അത്ത് നിസ്കാരത്തിനാണ് തറാവീഹ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, തറാവീഹിന്റെ സമയം ഏത്? ഇശാ നിസ്കരിച്ച ശേഷം സുബ്ഹ വരെയാണ് അതിന്റെ സമയം. അത് എത്ര സലാം കൊണ്ട് നിസ്കരിക്കണം? എല്ലാ ഈ 2 റക്അത്ത് എന്ന് വെച്ചാൽ 2 റക്അത്തുകളിൽ സലാം വീട്ടൽ വാജിബാണ്, നിർബന്ധമാണ്. തറാവീഹിന്റെ നിയ്യത്ത് എങ്ങനെ? തറാവീഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നോ ഖിയാമ റമദാൻ ഞാൻ നിസ്കരിക്കുന്നു എന്നോ നിയ്യത്ത് ചെയ്യണം. ഖിയാമ റമദാൻ എന്ന് വെച്ചാൽ തറാവീഹ് നിസ്കാരത്തിന് പറയുന്ന മറ്റൊരു പേരാണ്. ഒന്നുകൂടി നിയ്യത്ത് പറയാം. തറാവീഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നോ ഖിയാമ റമദാൻ ഞാൻ നിസ്കരിക്കുന്നു എന്നോ നിയ്യത്ത് ചെയ്യണം. അടുത്തത്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് എന്ത്? നോക്കാട്ടോ. ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പ്രതിഫലം ആഗ്രഹിച്ചും സത്യവിശ്വാസത്തോടെയും ഒരാൾ റമദാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അടുത്ത ചോദ്യം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫീ റമദാന 20 റകഅതൻ സിബൽ വിത്ർ. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ വിത്ർ കൂടാതെ 20 റകഅത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. വിത്ർ കൂടാതെ 20 റകഅത്ത് എന്ന് വെച്ചാൽ തറാവീഹ് നിസ്കരിക്കുന്നവരായിരുന്നു. അടുത്തത്, തറാവീഹിന്റെ മറ്റൊരു പേര് എന്ത്? തറാവീഹിന്റെ മറ്റൊരു പേര് ഖിയാമ റമദാൻ എന്നാണ്. ഈ പാഠത്തിലെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് തറാവീഹ് എന്നാൽ എന്ത്, ഇതിന്റെ മറ്റൊരു പേര്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണ് പറഞ്ഞത്. പിന്നെ അടുത്തത്, തറാവീഹ് നിസ്കാരത്തിലും റമദാനിലും വിത്രിലും ജമാഅത്ത് സുന്നത്താണ്. ഈ ചോദ്യം വരാൻ ഇത്തിരി സാധ്യത ഉണ്ട് കേട്ടോ. എല്ലാവരും അതൊന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഇനി അടുത്ത പാഠം 16ാമത്തെ പാഠം കേട്ടോ, സുനനു സ്വലാത്തി. ഫസ്റ്റത്തെ ചോദ്യം, അബാദ് സുന്നത്തുകൾ എത്ര? അബാദ് സുന്നത്തുകൾ 7 ആകുന്നു. ഇത് 2 തരമാണ് കേട്ടോ. അബാദ് സുന്നത്തുണ്ട്, ഹൈഅത്ത് സുന്നത്തുകളുണ്ട്. ഇത് രണ്ടും നിസ്കാരത്തിന്റെ സുന്നത്തുകൾ 2 വിധമാകുന്നു. അതിലൊരു തരം അബാദും ഒരു തരം ഹൈഅത്തുമാണ്. മനസ്സിലായി കേട്ടോ? മനസ്സിലായില്ലേ? കമന്റ് ചെയ്യണേ. ആദ്യം അബാദ് സുന്നത്തുകൾ 7 ആകുന്നു. ഏതൊക്കെയാന്ന് നമുക്ക് പറയാം. ആദ്യത്തെ തശഹുദ് എന്ന് വെച്ചാൽ ആദ്യത്തെ അത്തഹിയ്യാത്ത്. ആദ്യത്തെ തശഹുദിന് ശേഷം നബിയുടെ മേൽ സലാത്ത്. അത്തഹിയ്യാത്തിന് ശേഷം അത്തഹിയ്യാത്തിൽ തന്നെ നബിയുടെ സലാത്ത്. പിന്നെ തശഹുദിനും സലാത്തിനും വേണ്ടി ഇരിക്കില്ല, അതിനു വേണ്ടി ഇരിക്കണം, അവിടെ ഇരുന്ന് ചൊല്ലൂലേ അത്. ഇനി അടുത്തത് കുനൂത്ത് ഓതൽ. നമ്മൾ സുബഹിയില് കുനൂത്ത് ഓതൽ. സുബഹിയിൽ മാത്രമല്ല കേട്ടോ, വിത്രിലെ അവസാന പകുതിയിലെ വിത്രിലും നമ്മൾ കുനൂത്ത് ഓതുന്നുണ്ട് കേട്ടോ. അതിപ്പോ നമുക്ക് പഠിക്കാനില്ല. കുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിന്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ. കുനൂത്ത് ഓതി കഴിഞ്ഞാൽ ബാക്കി നബിയുടെയും കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ.
കുടുംബത്തിനും വേണ്ടി നിൽക്കൽ, അതിനുവേണ്ടി നമ്മൾ നിൽക്കുക. ഒടുവിലെ തശഹുദിന് ശേഷം നബിയുടെയും കുടുംബത്തിനും മേൽ സ്വലാത്ത് ചൊല്ലൽ. അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിനും മേൽ സ്വലാത്ത് ചൊല്ലൽ. ഇനി അടുത്തത് ഹൈആത്ത് സുന്നത്ത്. അവയിൽ പലതും നാം പഠിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് നമ്മൾ പലതും അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെയോ ധാരാളം സുന്നത്തുകൾ അതിൽ പെട്ടതാണ്. ജുമുഅ, തറാവിഹ്, റമദാനിലെ വിത്ർ, ചന്ദ്രഗ്രഹണ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, സുബഹ് എന്നിവയും മഗ്രിബ്, ഇശാ എന്നിവയുടെ ആദ്യത്തെ 2 റക്അത്തുകളിലും ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഉറക്കെ ഓതൽ, മറ്റു നിസ്കാരങ്ങളിൽ പതുക്കെ ഓതൽ. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. 2 എണ്ണമുള്ളൂ. അപ്പൊ അത് സുന്നത്തും ഹൈആത്ത് സുന്നത്തും. നമുക്ക് അടുത്ത പാഠത്തിലോട്ട് പോവാം. അത്തശഹുദ് അൽ അഖീർ. നമുക്കിപ്പോ 17 കഴിഞ്ഞു, 16, ഇതിപ്പോ 15ാമത്തെ പാഠാണ് കേട്ടോ. ഇതിൽ പറയുന്നു ഒടുവിലെ തശഹുദ് എന്ന് പറയുമ്പോ ആദ്യത്തെ, പിന്നെ സലാത്ത് അവസാനത്തെ, പിന്നെ നബിയുടെ മേൽ സലാത്ത്, ഒടുവിലെ സലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള ഓരോ ഉദാഹരണങ്ങൾ കേട്ടോ. ആദ്യത്തെ പറയാം, നിസ്കാരത്തിലെ ഫർളിലെ 10ാമത്തെ ആട്ടോ ഇത് ഒടുവിലെ തശഹുദ്. ഫർളുകൾ, ശദ്ദുകൾ എന്നിവ സൂക്ഷിച്ച് തുടർച്ചയായി നിർത്താണ്ട് നോൺ സ്റ്റോപ്പ് കേട്ടോ ഓതൽ നിർബന്ധമാണ്. 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരത്തിൽ 2 റക്അത്ത് പൂർത്തിയായാൽ അത്തഹിയാത്തും നബിയുടെ മേൽ സ്വലാത്തും സുന്നത്താണ്. അടുത്തത് ഫർളിലെ 11ാമത്തെ കേട്ടോ. അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തശഹുദി വൽ അഖീർ. ഒടുവിലെ അത്തഹിയാത്തിനും ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അതിനു ശേഷം നബിയുടെയും കുടുംബത്തിന് മേൽ സ്വലാത്ത് ശേഷം ദുആവും സുന്നത്താണ്. ഇബ്രാഹിമിയ സ്വലാത്ത് ആവുന്നു ഉത്തമം. ഇബ്രാഹിമിയ സ്വലാത്താണ് ഇതിൽ ഏറ്റവും നല്ലത്. ഇനി അടുത്തത് 12ാമത്തെ ഫർള്, ഒടുവിലെ തശഹുദിനും സ്വലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കൽ. 2 തശഹുദിന്റെ ഇരുത്തത്തിലും കൈകൾ കാൽ മുട്ടോടെടുത്ത് തുടയിൽ വെക്കുക. നമ്മൾ അത്തഹിയാത്തിൽ വെക്കുമ്പോൾ കൈ നമ്മുടെ തുടയിൽ ഇങ്ങനെ നേരെ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. വലത് കൈ ചൂണ്ടുവിരൽ നിവർത്തി അതിന്റെ മുരടിയിൽ തള്ളവിരൽ വെക്കുക. ഇങ്ങനെ വെക്കണം കേട്ടോ. കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനത്തെ ഉദാഹരണം നമ്മളോട് പരീക്ഷയിൽ ചോദിക്കും. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ പഠിക്കണമെന്നില്ല. നമ്മൾ നിസ്കാരത്തിൽ കറക്റ്റായി ചെയ്യുന്നത് നമ്മൾ ഓർത്ത് പരീക്ഷയിൽ എഴുതി വെച്ചാലും മതി കേട്ടോ. മറ്റു വിരലുകൾ മടക്കി വെക്കുക. ബാക്കിയെല്ലാം ഇതേപോലെ മടക്കി വെക്കണം. അത് മുതൽ ആ വിരലിലേക്ക് നോക്കുക. അങ്ങനെ ചെയ്തത് അശ്ഹദു ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൈ ഇങ്ങനെ പൊക്കും. അത് മുതൽ നമ്മൾ ഈ കൈയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കണം. സലാം വരെ അല്ലെങ്കിൽ എഴുന്നേൽക്കും വരെ ആ വിരൽ ഉയർത്തി തന്നെ വെക്കുക. ഇവയെല്ലാം സുന്നത്തുകളാണ്. ഇവയെല്ലാം സുന്നത്താണ് കേട്ടോ. 13ാമത്തത് ഫർള്, 1ാം സലാം വീട്ടൽ. ആദ്യത്തെ സലാമാണ് നിസ്കാരത്തിൽ വാജിബ്, 2ാമത്തെ സുന്നത്ത്. സലാമ് വറഹ്മത്തുള്ളാഹ് എന്ന് കൂട്ടി പറയുക. 2ാം സലാം വീട്ടുക. 1ാം സലാമിൽ വലതുഭാഗത്തേക്കും റൈറ്റ് കേട്ടോ, വലതുഭാഗത്തേക്കും 2ാം സലാമിൽ ഇടതുഭാഗത്തേക്കും മുഖം മാത്രം തിരിക്കുക. ഇവ സുന്നത്താണ്. അടുത്തത് 14ാമത്തെ ഫർള് അത്തർത്തീബ്. വഴിക്കു വഴിയായി കറക്റ്റ് നേരെ ഓർഡറിലായിട്ട് ചെയ്യുക. ഈ 14 ഫർളുകളിൽ നിയ്യത്ത്, ഖൽബിയും, തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സ്വലാത്ത്, സലാം എന്നിവ ഖൗലിയും ബാക്കിയുള്ള 8 ഫർളുകൾ ഫിഅലിയുമാകുന്നു.